നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആര്യനാട്ടെ കോട്ടയ്ക്കകം വാർഡംഗം ശ്രീജ ആത്മഹത്യ ചെയ്ത് CPM നേതാക്കൾ അപമാനിച്ചതിനെ തുടർന്ന് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കടബാധ്യതയെ തുടർന്നാണ് ഈ പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തത്. ഇതിനിതാണ് CPMനെതിരെ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. CPM നേതാക്കൾ ആര്യയെ അപമാനിച്ചു എന്നാണ് ഏറ്റവും ഗൗരവതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി കടന്നു വരുന്നത്. ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആര്യനാട് ആശുപത്രിക്ക് മുന്നിലും ആര്യനാട് പോലീസ് സ്റ്റേഷനിലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. സ്ഥലത്തെത്തിയ അരുവിക്കര MLA G. സ്റ്റീഫനെ കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് പോലും ഇത്രയും മോശമായി സംസാരിച്ചതിന് ശേഷം ഇപ്പൊ നിങ്ങളുടെ കാലം സാധാരണത്തിനാണ്. ഞങ്ങൾ സാധാരണത്തിന്റെ ആവശ്യമില്ല. സാധാരണത്തിന്റെ ആവശ്യമില്ല. ഞാൻ ബാക്കിയുള്ള അവിടെ സൗകര്യം മൊഴിയെടുക്കാൻ സൗകര്യം കൂടെ മൊഴിയെടുക്കാൻ സൗകര്യം കൂടെ മൊഴിയെടുക്കാൻ സൗകര്യം അതേപോലെ CPMന്റെ ഒരു നേതാക്കളോ ബോഡി കാണണ്ട. CPM ഒരുത്തനും കാണണം. അത് MLA ആയാലും പഞ്ചായത്ത് ഒരുത്തനും കാണണ്ട. ഇന്നലെ വൈകിട്ട് പോലും ഇത്രയും മോശമായി സംസാരിച്ചതിന് ശേഷം ഇപ്പൊ നിങ്ങളുടെ കാലം സാധാരണത്തിനാണ്. ഞങ്ങൾ സാധാരണത്തിന്റെ ആവശ്യമില്ല. വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കുടുംബാംഗങ്ങൾ വളരെ കൃത്യമായ ആരോപണം CPMനെതിരെ ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് കുടുംബം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ശ്രീജയ്ക്കെതിരെ ഇന്നലെ CPM പ്രതിഷേധ യോഗം സംഘടിപ്പിച്ച പശ്ചാത്തലം ഒരുങ്ങിയിരുന്നു. അവിടെ അതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. ഒരു പെണ്ണിങ്ങനെയും പറയാൻ പറ്റാത്ത രീതിയിലാണ് പറഞ്ഞത്. അതിന്റെ മനോവിഷമം കൊണ്ട് അവൾ ചെയ്തു. ഇല്ല ആദ്യമായിട്ട് ഉണ്ട്. അത് കഴിഞ്ഞ 2 ആഴ്ചക്കകത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോ ഞാൻ ചെറിയൊരു കടം വന്ന് എനിക്കൊരു ചെറിയ സർജറി വന്നു. അത് തുച്ഛമായ അത് എവരേക്കാക്കല്ലോ. അവളെ മാച്ചിട്ടുള്ളത് അവളെ ബന്ധുക്കളെ കയ്യിൽ നിന്നാണ് മാച്ചിട്ടുള്ളത്. അല്ലാതെ എവരെയൊന്നും ഈ പറഞ്ഞവരെയൊന്നും ആരെയൊന്നും മാച്ചിട്ടില്ല. പാർട്ടി ഈ വിഷയം അവളെ ഒരുമാതിരി മോശമായുള്ള രീതിയിൽ സംസാരിച്ച് ആ മനോവിഷമം കൊണ്ട് അവൾ ചെയ്തു. ഇതിനൊരു നടപടി എടുക്കണം. പൊതുയോഗാരണ ജംഗ്ഷനിൽ ഇത്രയും ജനങ്ങൾ CPMന്റെ ആൾക്കാർ മൊഴിപ്പം കൊടുത്തു രേഖപ്പെടുത്തി. അതെ. ഒന്ന് ബിജു മോഹനൻ, ഒന്ന് മഹേഷ് എന്ന് വിളിക്കുന്ന പപ്സ് കുട്ടൻ, ഒന്ന് സുനിത, ഒന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ ഷിജി കേശവൻ. പഞ്ചായത്ത് പ്രസിഡന്റ് പേരെന്താ? ബിജു മോഹനൻ. കേസ് കൊടുക്കണം. എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന കൊടുക്കാതെയാണ് സംസാരിച്ചത്. വീട്ടാനുള്ള മാർഗം ഉണ്ടായിരുന്നു. ലോൺ വരെ പാസ്സായി കിടക്കുകയാണ്. ലോൺ പാസ്സായപ്പോഴാണ് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. KSB ലോൺ 20 ലക്ഷം രൂപ ലോൺ പാസ്സായി കിടക്കണം. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടോ സർക്കാർ ബന്ധപ്പെട്ടോ ഒന്നും കടമല്ലല്ലോ. വ്യക്തിപരമായിട്ടുള്ള കടം. ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഭർത്താവ് ജയകുമാറാണ് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 4 പേർക്കെതിരെ ഇവർ ആരോപണം ഉന്നയിച്ച് പരാതിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയെന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അല്ല, അവരെ ആത്മഹത്യ പ്രേരണ കുറ്റം എടുത്തുകൊണ്ട് അവരുടെ ആത്മഹത്യക്ക് കാരണമായത് ഇവരാണ്. പൊതുയോഗം നടത്തി ആ സ്ത്രീയെ ജനപ്രതിനിധിയെ അധിക്ഷേപിച്ചതുകൊണ്ടാണ് അവർ ആത്മഹത്യ. ജനങ്ങളുടെ മുമ്പിൽ അവരെ അധിക്ഷേപിച്ചതാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത്. ഇതിൻ്റെ പേരിൽ അന്വേഷണം നടത്തണം. മൊഴിയെടുത്ത് അന്വേഷണം നടത്തണം. കുടുംബത്തിൻ്റെ മൊഴിയെടുത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ മീറ്റിങ്ങിലെ റെക്കോർഡുകളുണ്ട്. അത് പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ടും മാത്രമേ ഒരു പൊതുയോഗം നടത്തുക. ഇവർക്കാർക്കും കാശ് കൊടുക്കാനില്ല. CPMകാർക്ക് കാശ് കൊടുക്കാനില്ല. അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട്. അത് അവർ ലോണൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി ആ ലോണെല്ലാം അവർക്ക് അനുവദിച്ച് കിട്ടിയ ദിവസങ്ങളാണ്. എന്നിട്ടും ഇങ്ങനെ കടമുള്ളവരെയൊക്കെ നമുക്കെതിരെയൊക്കെ എത്ര പേര് നടത്തേണ്ടി വരും? കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM.
അധിക്ഷേപിക്കുക, എന്നിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക. അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ ചെയ്തത്. പഞ്ചായത്ത് അംഗത്തിന്റെ കടം തീർക്കാൻ കോൺഗ്രസ് മുൻകൈയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം നടത്തിയെന്നാണ് CPM-ന്റെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം. പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വരുന്ന കാഴ്ചയും കണ്ടു. മരണകാരണത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇതിപ്പോൾ ഇന്നലെ ഒരു പൊതുയോഗം നടത്തി ഈ മെമ്പർക്കെതിരെ എന്ന് മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ കടം കയറിയ ഒരാൾ, നമുക്ക് ആ പോസ്റ്ററുകളിലൊക്കെ കാണാം, പഞ്ചായത്ത് മെമ്പറെ കാണാനില്ല എന്ന പോസ്റ്ററുകളൊക്കെ വ്യാപകമായി പതിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറേ നാളായിട്ടുള്ള ഇഷ്യൂസ് ആണോ? എന്താണ് അതാണ് സംഭവിച്ചത് അവിടെ? കഴിഞ്ഞ കുറെ മാസങ്ങളായുള്ള പ്രശ്നമാണ്. 20 ലക്ഷം രൂപയോളം കടമുണ്ട് ശ്രീജയ്ക്ക്. പഞ്ചായത്ത് കോട്ടക്കകം വാർഡ് അംഗമാണ് ശ്രീജ. 20 ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നു. ഈ കടം പെരുകി പലപ്പോഴും ഇവർ കടക്കാർ പഞ്ചായത്ത് ഓഫീസിലും ഇവരുടെ വീട്ടിലുമൊക്കെ എത്തിയിരുന്നു. അങ്ങനെ കുറെ നാൾ ഇവർ വീട്ടിൽ നിന്ന് മാറി നിന്നു. ഒളിവിൽ പോയെന്നാണെന്ന് CPM ആരോപിച്ചത്. ഇവരെ ഓഫീസിലേക്ക് വരികയോ അല്ലെങ്കിൽ വീട്ടിൽ അവർ ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല. ആ സമയത്താണ് CPM ആദ്യം അവർക്ക് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചത്. അവരെ കാണാനില്ല എന്ന് പറഞ്ഞ് പലയിടത്തും ഫ്ലക്സ് ബോർഡും മറ്റും സ്ഥാപിക്കുകയും ചെയ്തു. അതിനിടയിൽ ഇവർ ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. അമിതമായി ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിൽ അവരെ രക്ഷിക്കാൻ കുടുംബത്തിന് കഴിഞ്ഞിരുന്നു. പിന്നീട് ഇവർ കടം തീർക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. KSF എന്നൊരു ചിട്ടിയോ ലോണോ എന്തോ ഇവർക്ക് ശരിയായിരുന്നു. അത് കൊടുത്ത് കടം വീട്ടാനുള്ള ശ്രമത്തിലായിരുന്നു ഇവരെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ ഒരു പൊതുയോഗം ആര്യനാട് ജംഗ്ഷനിൽ CPM പ്രവർത്തകർ സംഘടിപ്പിച്ചിരുന്നു. ഈ നാട്ടുകാരെ പറ്റിച്ച പഞ്ചായത്ത് അംഗത്തിനെതിരെ നടപടി വേണം, ഈ പണം കൊടുത്തു തീർക്കാൻ കോൺഗ്രസ് പാർട്ടി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആ പൊതുയോഗം. അതിനുള്ള മനോവിഷമമാണ് ഇവരുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളും കോൺഗ്രസും ആരോപിക്കുന്നത്. ഭർത്താവ് പറയുന്നത് ഈ ഒരു കടമുണ്ടായത് ഇദ്ദേഹത്തിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടോ മറ്റോ ആണ്, അല്ലാതെ പേഴ്സണലി ഉള്ള ചില കടങ്ങളാണ്, അത് തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണല്ലോ. അവിടെ CPM പോലെ ഒരു പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടാൻ ഇടയായ പശ്ചാത്തലം എന്താണ് അവരുടെ ഒരു വേർഷൻ? തീർത്തും വ്യക്തിപരമായ കടം തന്നെയായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തുമായോ അല്ലെങ്കിൽ സർക്കാരുമായോ പഞ്ചായത്ത് അംഗം എന്ന നിലയിലോ ഉണ്ടാക്കിയ കടമൊന്നുമല്ല, വ്യക്തിപരമായ കടം തന്നെ. പക്ഷേ ഇവരെ ഇങ്ങനെ പഞ്ചായത്ത് അംഗം എന്ന പരിചയം മുതലെടുത്താണ് ഇവർ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം മുതലെടുത്താണ് ആളുകളിൽ നിന്ന് കടം വാങ്ങിയത്. ആ കടം വാങ്ങിയ ആളുകൾ പലപ്പോഴും പഞ്ചായത്ത് ഓഫീസ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബിജു മോഹനന്റെ പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഈ പഞ്ചായത്തിൽ പോലും പലരും ഈ കടം വാങ്ങിയ തുക ചോദിച്ച് ഇവരെ കാണാനായി എത്തുമായിരുന്നു. അവർ പഞ്ചായത്ത് ഓഫീസിൽ വരുമായിരുന്നില്ല, അവരുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ അവരെ കാണാതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കടം കൊടുത്ത ആളുകൾ പലിശയ്ക്ക്, മീറ്റർ പലിശയ്ക്കൊക്കെ കടം വാങ്ങിയ തുകയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. വലിയ തുക തിരിച്ചടയ്ക്കാനുള്ള ഉണ്ടായിരുന്നു. ആ കടം കൊടുത്ത ആളുകളിൽ പലരും ആത്മഹത്യാ ഭീഷണിയുമായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിയിരുന്നു. ആ സാഹചര്യത്തിലാണ് CPM-ഉം പഞ്ചായത്തും ഇതിൽ ഇടപെട്ടതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരണം. അങ്ങനെയാണ് ഇവരെ ഈ കടം തിരിച്ചു കൊടുക്കാൻ കൈപ്പറ്റി ചെയ്ത് ജയിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഇടപെടണം, ആ ആവശ്യം ഉന്നയിച്ചാണ് ഞങ്ങൾ ഈ ഒരു സമരം സംഘടിപ്പിച്ചതാണ് CPM-ന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഒക്കെ വിശദീകരണം. പക്ഷേ അവരെ വ്യക്തിപര അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. ഒരു വികൃത രൂപമായി ഇവരെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ചില ഫ്ലക്സ് ബോർഡുകളൊക്കെ നമുക്ക് അവിടെ കണ്ടത്. വ്യക്തിപരമായ അധിക്ഷേപം ഉണ്ടായെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതല്ല ഈ ആത്മഹത്യ കാരണം. നേരത്തെ ഇത്തരത്തിൽ അവർ വളരെ ബോൾഡായ ഒരു സ്ത്രീയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈറ്റിൽ അങ്ങനെയാണ് പറയുന്നത്, പ്രതികരണത്തിൽ ബോൾഡായ സ്ത്രീയായിരുന്നു അവർ. വളരെ പെട്ടെന്ന് ബിജു മോഹനൻ, ഇദ്ദേഹത്തിനെതിരെയാണല്ലോ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെയും പോലീസിൽ ഈ ഭർത്താവും കുടുംബാംഗങ്ങളും പരാതിപ്പെട്ടിട്ടുണ്ട്. ബിജു മോഹനൻ പറയുന്നത് ഇത് കോൺഗ്രസ് മുൻകൈ എടുക്കണം ഈ കടം തീർക്കാൻ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ സമരം നടത്തിയത് എന്നാണ്. ആ ബിജു മോഹന്റെ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന് പോയി വരാം. അത് വസ്തുതാ വിരുദ്ധമാണ്. കാരണം വെച്ചാൽ പറയുമ്പോൾ ഇന്നലെ അവിടെ ഒരു പ്രതിഷേധം നടന്നത്, അത് മെമ്പർ വാങ്ങിച്ചിട്ടുള്ള കാശ് ശരിക്കും അവർക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. ആ പാർട്ടി ആ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കണം. അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ പൈസ കൊടുക്കുന്നതിലേക്ക് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടു. അവിടെ പിന്നെ വേറെ പ്രകടനമോ വേറെ മുദ്രാവാക്യം അങ്ങനെ ഒന്നുമില്ലായിരുന്നു. അതെ, നേരത്തെ ഇവർ പൈസ കൊടുക്കും. ഈ ആളുടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത രീതിയിലൊരു മാനസികാവസ്ഥയാണ് അവർക്കുള്ളത്. ഇനി അതിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു ഭയപ്പാടാണ് ഇപ്പോൾ നമുക്കുണ്ടായിരുന്നത്. നേരത്തെ രണ്ടുപേരിലും അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു. രണ്ടിലും ഒരു ജീവനും അല്ലെങ്കിൽ ഒരു ആപത്തും ഉണ്ടാവരുതെന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. അതനുസരിച്ച് നമ്മൾ പരമാവധി ഇടപെടുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്.
കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ ആവശ്യപ്പെട്ടാണ് പരാതി കൊടുക്കുന്നത്. ഞാനത് ഇപ്പോൾ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഞാൻ പഞ്ചായത്തിന്റെ ഒരു പരാതി കൊടുക്കാൻ പോകാണ്. അത് കൊടുക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയണം. അവരുടെ ഫോൺ കോളുകളും മറ്റുമൊക്കെ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് ഇതിന്റെ വസ്തുത കൊണ്ടുവരുമ്പോൾ പറയാൻ പറ്റും. അതാണ് സാഹചര്യം. ഇതിപ്പോൾ ആകെപ്പാടെ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെടേണ്ട വിഷയത്തിലേക്ക് ഇത് എത്തുന്നത് അത് കേവലം രാഷ്ട്രീയം മാത്രമാണോ? രണ്ട് രാഷ്ട്രീയ കക്ഷികളിലുള്ള ആളുകളാണ്. ഇതിപ്പോൾ ആ തരത്തിലേക്ക് കൂടി വ്യാഖ്യാനിക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. CPM ഇടപെടുന്നു, കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. നഷ്ടപ്പെട്ടതൊരു ജീവനാണ്, സംശയമില്ല. പക്ഷേ ഇതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഒത്തുവന്നു എന്നുള്ളതാണ്. ഇതിനു മുൻപ് ഈ പ്രശ്നങ്ങൾ സജീവമായി തന്നെ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണമല്ലോ അരുൺ. തീർച്ചയായിട്ടും അത് പ്രാദേശികമായ വലിയൊരു വിഷയം തന്നെയായിരുന്നു. ഇവർ കടം വാങ്ങി തുക തിരികെ കൊടുക്കുന്നില്ല, പ്രതിഷേധക്കാർ വീട്ടിലും പഞ്ചായത്ത് ഓഫീസിലുമൊക്കെ എത്തുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു. CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഒരു കാര്യം, അദ്ദേഹം ഓഫ് ദ റെക്കോർഡായും മറ്റു നേതാക്കളോട് സംസാരിക്കും. അവരൊക്കെ പറയുന്നത് മറ്റു ചില കാരണങ്ങൾ കൂടി ഈ ആത്മഹത്യക്ക് പിന്നിലുണ്ട്. അതായത് ചില ആളുകൾ ഇന്നലെ അവരുടെ വീട്ടിൽ വന്ന് ബഹളം വച്ചിരുന്നു. അതിൽ കോൺഗ്രസ് അനുഭാവികൾ അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് ബന്ധമുള്ള ആളുകൾ അടക്കമുണ്ട് എന്നൊരു ആരോപണം കൂടി അവർ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ തയ്യാറാവില്ല. പക്ഷെ അത്തരം ചില ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതിലാണ് ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ഫോൺ കോളുകളൊക്കെ പരിശോധിക്കണം, ആരൊക്കെ ഇതിന് മുന്നിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഈ CPMന്റെ സമരം കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സ്ത്രീയല്ല അവർ. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില കടുത്ത സമ്മർദ്ദം അവർക്ക് മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആത്മഹത്യ എന്നൊരു വാദം കൂടി, ആ ഒരു വേർഷൻ കൂടി ഇപ്പോൾ CPMന്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഏതായാലും പഞ്ചായത്തും പോലീസിൽ പരാതി നൽകും. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ഈ കുടുംബം, ഈ ശ്രീജയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ഇവരുടെ പങ്ക് അന്വേഷിക്കണം. ഇവർ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അവരെ അപമാനിച്ചതിലുള്ള മനോവിഷമത്തിലാണ് അവർ ആത്മഹത്യ എന്ന ഒരു വിമർശനമാണ് കുടുംബവും കോൺഗ്രസും ഉന്നയിക്കുന്നത്. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് പരാതിയിലും പോലീസ് അന്വേഷണം നടത്തിയേക്കും. ഇതുവരെ ആരും കേസിൽ പ്രതികരണത്തില്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. ഇതിനപ്പുറത്തേക്ക് ഇതിൽ ആർക്കൊക്കെ യഥാർത്ഥത്തിൽ പങ്കുണ്ട്, എന്താണ് യഥാർത്ഥ മരണകാരണം, ഈ കടം തിരിച്ചു വീട്ടാൻ കഴിയാത്തതിലുള്ള ഒരു നിരാശയാണോ, അല്ലെങ്കിൽ CPM ഇത്തരത്തിൽ അവമാനിച്ചുള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ, വേറെ ആരെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീട്ടിലെത്തി ബഹളം വെച്ചിരുന്നോ, അത്തരം കാര്യങ്ങളിലുമൊക്കെ അന്വേഷണം പോകും. ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഓരോ പ്രാദേശിക വിഷയവും അതത് പ്രദേശങ്ങളിൽ വലിയ വിഷയമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിപരമായി വാങ്ങിയ കടം പോലും അവിടെ ഒരു പ്രചരണ വിഷയമായും രാഷ്ട്രീയ വിഷയമായും ഒക്കെ മാറിയത്. ഏതായാലും അതിന്റെ ഫലം എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പഞ്ചായത്ത് അംഗം ജനങ്ങൾക്കിടെ പ്രവർത്തിച്ചിരുന്ന ഒരു യുവതി, ഒരു വനിത കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിന് കാരണക്കാരായാലും അവർക്ക് നടപടി ഉണ്ടാകേണ്ടത് അത്യാവശ്യവുമാണ്. അതാര് എന്നതാണ് ഇനി പോലീസിന്റെ അന്വേഷണത്തിലൂടെ തെളിയേണ്ടത്. പരസ്പരം ആരോപണങ്ങൾ ഇപ്പോൾ കോൺഗ്രസും CPM ഒക്കെ ഉന്നയിക്കുന്നു. പ്രത്യക്ഷത്തിൽ പഞ്ചായത്തിനെതിരെയാണ് ഇപ്പോൾ ആരോപണമുള്ളത്. CPM ആകട്ടെ ഇന്നലെ ഇവർക്കെതിരെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു എന്നതും വസ്തുതയാണ്. അതാണ് സാഹചര്യം. ഏതായാലും ഈ ആത്മഹത്യാ കുറിപ്പോ അങ്ങനെയൊന്നും ലഭിച്ച പശ്ചാത്തലമില്ലല്ലോ അരുൺ. ഈ കേവലം ഇപ്പോൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് കുടുംബം എന്നതിനപ്പുറം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കെതിരെ 4 പേർക്കെതിരെ ഒരു പരാതി, ആരോപണം എന്നതിനപ്പുറത്ത് പ്രത്യക്ഷമായ തെളിവുകൾ വേണ്ടിവരും പോലീസിന് ഈ വിഷയം അന്വേഷിക്കാനും മറ്റും. അത്തരത്തിൽ പോലീസിൻ്റെ ഒരു വേർഷൻ കേസെടുക്കുന്നതിലും മറ്റും അതെന്താണ്? ഇത്തരത്തിലൊരു അന്വേഷണം പ്രാഥമിക ഘട്ടമാണ്. കാരണം ആദ്യം ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത്. അതിനു മുമ്പ് മറ്റു നടപടികളിലേക്ക് അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല. പ്രതികളെന്ന് കുടുംബം ആരോപിക്കുന്നവർ അവരുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അവരല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ കുറ്റം ചെയ്തതെന്ന് പോലീസ് ബോധ്യപ്പെട്ടാൽ അത്തരം നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. പഞ്ചായത്തിന്റെ പരാതി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരം അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോപണങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് കേസെടുക്കാൻ പോലീസ് തയ്യാറാകുമെന്ന് സംശയമാണ്. ഒരു പരാതി കൂടി കുടുംബത്തിലുള്ളത്. ആദ്യം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ പരാതി നൽകുമ്പോൾ അവർ ആ മൊഴി അതേപടി രേഖപ്പെടുത്താൻ ആര്യനാട് പോലീസ് തയ്യാറായില്ലെന്നൊരു ആരോപണം കൂടി കുടുംബവും കോൺഗ്രസും മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെയാണ് വലിയ തർക്കമൊക്കെ അവിടെ ഉണ്ടായത്. അരുവിക്കര MLA G. സ്റ്റീഫനെ അടക്കം തടയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പിന്നീട് ആ മൊഴി പോലീസ് അതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികം അവരുടെ പരാതിയിൽ കേസെടുക്കും. അതിന് പിന്നാലെ പഞ്ചായത്തിന്റെ പരാതിയിലും ഈ ഒരു സ്വാഭാവിക മരണത്തിലുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പരാതിയിൽ കൂടി കേസെടുക്കാൻ തന്നെയാണ് സാധ്യത. അന്വേഷണം വളരെ നിർണായകമാണ്, പ്രധാനമാണ്. ഇത്തരമൊരു ഗുരുതരമായ ആരോപണം. ജനപ്രതിനിധിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവർ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം വ്യക്തിപര വിഷയം മാത്രമാണോ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കാരണങ്ങളിലുണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണമാണ് കൃത്യമായ മറുപടി പറയേണ്ടത്. തീർച്ചയായും നമുക്ക് ഭർത്താവിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകണം. അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിന് മറുപടി നൽകുന്നതിലേക്ക് ഒന്ന് ചേർത്ത് വെക്കണം. വളരെ പെട്ടെന്ന് ആ 2 ബൈറ്റുകളിലേക്ക്. ഒരു പെണ്ണെങ്ങനെയും പറയാൻ പറ്റാത്ത രീതിയിലാണ് പറഞ്ഞത്. അതിന്റെ മനോവിഷമം കൊണ്ട് അവൾ ചെയ്തു. ഇല്ല
ആദ്യമായിട്ട് ഉണ്ട് ഉണ്ട്. അത് കഴിഞ്ഞ 2 ആഴ്ചക്കകത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോ ഞാൻ ചെറിയൊരു കടം വന്ന് എനിക്കൊരു ചെറിയ സർജറി വന്നു. അത് തുച്ഛമായ, അത് എവരേക്കാക്കല്ല. അവളെ മാച്ചിട്ടുള്ളത് അവളെ ബന്ധുക്കളെ കയ്യിൽ നിന്നാണ് മാച്ചിട്ടുള്ളത്. അല്ലാതെ എവരെയൊന്നും ഈ പറഞ്ഞവരെയൊന്നും ആരെയൊന്നും മാച്ചിട്ടില്ല. പാർട്ടി ഈ വിഷയം അവളെ ഒരുമാതിരി മോശമായുള്ള രീതിയിൽ സംസാരിച്ച് ആ മനോവിഷമം കൊണ്ട് അവൾ ചെയ്തു. ഇതിനൊരു നടപടി എടുക്കണം. പൊതുയോഗാരനാണ് ജംഗ്ഷനിൽ സ്ത്രീ ജനങ്ങൾ CPM-ന്റെ ആൾക്കാർ മൊഴി ഇപ്പം കൊടുത്തു. രേഖപ്പെടുത്തി. അതെ. ഒന്ന് ബിജു മോഹനൻ, ഒന്ന് മഹേഷ് എന്ന് വിളിക്കുന്ന പപ്സ് കുട്ടൻ, ഒന്ന് സുനിത, ഒന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ ഷിജി കേശവൻ. പഞ്ചായത്ത് പ്രസിഡന്റ് പേരെന്താ? ബിജു മോഹനൻ. കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കണം. എടുക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന കൊടുക്കാതെയാണ് സംസാരിച്ചത്. വീട്ടാനുള്ള മാർഗം ഉണ്ടായിരുന്നു. ലോൺ വരെ പാസ്സായി കിടക്കുകയാണ്. ലോൺ പാസ്സായപ്പോഴാണ് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. KSB ലോൺ 20 ലക്ഷം രൂപ ലോൺ പാസ്സായി കിടക്കണം. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടോ സർക്കാർ ബന്ധപ്പെട്ടോ ഒന്നും കടമല്ലല്ലോ, വ്യക്തിപരമായിട്ടുള്ള കടം. ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് വസ്തുതാ വിരുദ്ധമാണ്. കാരണം വെച്ചാൽ പറയുമ്പോൾ ഇന്നലെ അവിടെ ഒരു പ്രതിഷേധം നടന്നത്, അത് മെമ്പർ വാങ്ങിച്ചിട്ടുള്ള കാശ് ശരിക്കും അവർക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. ആ പാർട്ടി ആ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കണം. അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ പൈസ കൊടുക്കുന്നതിലേക്ക് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടു. അവിടെ പിന്നെ വേറെ പ്രകടനമോ വേറെ മുദ്രാവാക്യം അങ്ങനെയൊന്നുമില്ലായിരുന്നു. അതെ, നേരത്തെ ഒരു പൈസ കൊടുക്കും. ഈ ആളുടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത രീതിയിലൊരു മാനസികാവസ്ഥയാണ് അവർക്കുള്ളത്. ഇനി അതിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു ഭയപ്പാടാണ് ഇപ്പോൾ നമുക്കുണ്ടായിരുന്നത്. നേരത്തെ രണ്ടുപേരിലും അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു. രണ്ടിലും ഒരു ജീവനും അല്ലെങ്കിൽ ഒരു ആപത്തും ഉണ്ടാവരുന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. അതനുസരിച്ച് നമ്മൾ പരമാവധി ഇടപെടുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഞാൻ പഞ്ചായത്തിന്റെ ഒരു പരാതി കൊടുക്കാൻ പോവാണ്. അത് കൊടുക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയണം. അവരുടെ ഫോൺ കോളുകളും മറ്റുമൊക്കെ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് ഇതിന്റെ വസ്തുത കൊണ്ടുവരുമ്പോൾ പറയാൻ പറ്റും. ഇതിൽ ഇപ്പോൾ മറ്റു തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രചരണം എന്നുള്ളത് മാത്രമല്ല. അതാണ് സാഹചര്യം. ഏതായാലും CPM ആരോപണ കുരുക്കിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ വ്യക്തമായ പരാതി പോലീസിന് മുന്നിലുണ്ട്. പക്ഷേ അവിടെ ഡിഫൻസുമായി CPM രംഗത്ത് വരുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. അന്വേഷണം നടക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജാണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെയൊക്കെ അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും. ചേർത്തലയിലെ സ്ത്രീകളുടെ കൊലപാതകത്തിലും തിരോധാനത്തിലും ദുരൂഹത ഉയർത്തി കൂടുതലിടങ്ങൾ. പ്രതി സെബാസ്റ്റ്യൻ സ്ഥിരമായി വന്നുപോയിരുന്ന വേളൂർ വട്ടത്തെ ഭൂമിയും സംശയത്തിന്റെ നിഴലിലാണ്. ബിന്ദു പത്മനാഭൻ, ഐഷ തിരോധാനങ്ങൾ സംഭവിച്ച കാലഘട്ടങ്ങളിൽ
ഈ സ്ഥലം ദീർഘകാലം സെബാസ്റ്റ്യൻ കൈവശം വെച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. റോസമ്മയുടെ പുരയിടത്തിലേതിന് സമാനമായി JCB ഉപയോഗിച്ച് ഭൂമി കുഴിക്കൽ ഉൾപ്പെടെ സെബാസ്റ്റ്യൻ ഇവിടെ നടത്തിയിട്ടുള്ളതായി ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിലും സ്ഥിരീകരിക്കാനായി. 2017 സെപ്റ്റംബർ വരെ സെബാസ്റ്റ്യൻ സ്ഥിരമായി ഇവിടെ എത്തിയതായും തന്റെ വസ്തുവാണെന്ന് പറഞ്ഞിരുന്നതായും നാട്ടുകാർ പറയും. ഇതിന്റെ ഭൂമി അല്ലല്ലോ, സർക്കാർ വ്യക്തികളുടെ അല്ലേ? സെബാസ്റ്റ്യനാണ് ഇത് ആണോ? കൊടുക്കായിരുന്നാണ്. അപ്പൊ എന്തോ കേസായപ്പോഴത്തേക്ക് ഇവിടെ എല്ലാരും പറയുന്നത് നമുക്കറിയാം. എന്നിട്ട് പറഞ്ഞ ഒരു ഗൾഫുകാരുടെ എങ്ങാണ്ടാണെന്നാണല്ലോ പറയുന്നത്. ചേച്ചി കണ്ടിട്ടുണ്ടോ അങ്ങേര? 2 വർഷത്തിന് മുമ്പ് കണ്ടിരിക്കുന്ന കൽക്കട്ടയിൽ. അങ്ങനെ പിന്നെ ഇപ്പൊ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇവിടെ എല്ലാരും പറഞ്ഞ സെബാസ്റ്റ്യന്റെ പ്രോപ്പർട്ടി ആണെന്നാണോ ഇത്? ആണോ? പള്ളിപ്പുറം. പള്ളിപ്പുറംകാരനെയാണെന്നാണ്. ഞങ്ങൾ ഇവിടെ ആരോ ഇവിടെ എന്നോട് പറഞ്ഞു എടുക്കാൻ മേലായിരുന്നു, ഹോട്ടൽ ഞാൻ വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. അപ്പൊ പുള്ളിയോട് ചോദിച്ചാൽ ഇത് കിട്ടുമെന്നുള്ള ഒരു ഇതില് പറഞ്ഞു. പുള്ളിനെ പിന്നെ എനിക്ക് കാണാനും എടുക്കാനൊന്നും കണ്ടില്ല. ഭാഗ്യം കാണാഞ്ഞത്. അല്ലെ ഞാനും കൂടെ തൂങ്ങേണ്ടി വന്നു. ഒറ്റയ്ക്കാണോ ഈ കളുത്തട്ടിയൊക്കെ ഇരിക്കുന്നതാണെന്നാ? എല്ലാ ഫാമിലി ഉണ്ടായിരുന്നു തോന്നുന്നു. എല്ലാവരും എന്റെ ഒരാങ്ങളുണ്ട്, അമ്മാവന്റെ മോനൊക്കെ ഉണ്ടായിരുന്നു, പ്രകാശൻ എന്ന് പറഞ്ഞു. അതൊക്കെ മരിച്ചു പോയി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ വീടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത്? ഇല്ല വീടൊന്നും വീടെന്ന് പറഞ്ഞ പണ്ട് ഇത് പട്ടന്മാരില്ലേ, സ്വാമിമാര് താമസിക്കുന്ന അവരുടേതാണ് ഈ പറഞ്ഞ കാര്യം. അവര് തലമുറ മറിച്ച് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു. അങ്ങനെ എന്തൊന്നും മേടിച്ചത്? അതായത് നേരിട്ട് ആദ്യം ഒന്നും മേടിച്ചല്ല, കൈമാറി ഈ മേടിച്ചു. അയാളിവിടെ ഒന്ന് ചക്കയും മാങ്ങയൊക്കെ പറിക്കുമെന്ന് പറയും. അത് ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഞാനും കേട്ടിപ്പോ വന്നിട്ട് 2 വർഷമാവും. ഫോട്ടോ കണ്ടപ്പോ അതിലൂടെ വന്നതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ആണല്ലേ? അന്ന് ഇവിടെ സ്ഥലക്കച്ചവടത്തിന്റെ ഇതായിരിക്കും അല്ലേ? ഈ പ്രോപ്പർട്ടി ഇപ്പൊ വൃത്തിയാക്കിയിട്ട് എത്ര കാലമായി? ഇടയ്ക്കൊരു മതിലുണ്ട്, ഇതിന്റെ തെക്കേ നിരക്കൊരു മതിലുണ്ട്. അത് വേറെ ആൾക്കാരുടെയാണ്. ആ കണ്ടൊരു മതിലുണ്ട്. അതിന്റെ പുറകിലോട്ടും ഉണ്ടല്ലേ? അതിന്റെ ചെറുപ്പുഷ്ടം ഒരു വീടുണ്ട്, അത് വേറെ ആൾക്കാരുടേതാണ്. അപ്പൊ അവിടെ വലിയ മരം വെപ്പുണ്ട്. ആ മതില് കുറച്ച് പോയി കിടക്കുക. അവിടെ ഒരു വലിയ മരം വെപ്പുണ്ട്. ആ മരം വെട്ടിയാലേ അവർക്ക് ആ മതില് കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയാണോ അവിടെ കെട്ടിടം പൊളിച്ച് മൂടിയെന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ് ചോദിച്ചോ. കിണറ് മൂടിയെന്നും. കുറച്ചൊരു പെരയുണ്ടായിരുന്നു, 6 പെരയൊക്കെ ഉണ്ടായിരുന്നു. 6 പെരയൊക്കെ പൊളിച്ച് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചത്. ഏതായിട്ടാ? ചെറിയ വീടുണ്ടായിരുന്നല്ലേ? ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ആൾ വെച്ചില്ല. അവർ തന്നെ അമ്പലത്തിൽ അവർ തന്നെ ഒരു അതിലാക്കിയത്. അത് കുറെ മണ്ണൊക്കെ അങ്ങോട്ടിട്ട് അവിടെ കിടന്ന കല്ലും ആ ഇഷ്ടികയും എല്ലാം കൂടിയിട്ട് വിളവൊക്കെ ഉണ്ടെന്നാണ്. അത് ചെയ്തില്ല. അതാ അവർ മറ്റൊരു ആരും ചെയ്തില്ല. അവർ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ വന്നാണ് മാങ്ങായും ചക്ക ഒക്കെ ഇട്ടിട്ട് പോകുന്നത്. അവന്റെ സ്വന്തമാണെന്ന് പറഞ്ഞു. ഈ പ്രോപ്പർട്ടിയാ? ആ പ്രോപ്പർട്ടി അതാണ് അവന് വേണ്ടി വീടില്ലല്ലോ ഇപ്പൊ? വീടൊന്നും വിളിച്ചാ? ആ ഫർണിച്ചറൊന്നും പറഞ്ഞ ചെറിയ വീടില്ല. അതൊന്നും അല്ല. അതൊന്നും അവിടെ ഫർണിച്ചറുള്ളതായിട്ട് എനിക്കറിയാൻ പറ്റില്ല. അല്ല ചേട്ടാ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇയാളെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ആയിരുന്നു അത്? അല്ലല്ല, പിന്നെ ഇയാൾ ഇത്ര അധികാരം അവന്റെ സ്വന്തം എന്തുവാണെന്ന് പറഞ്ഞാൽ വരുന്നത്. അത് വിൽക്കാനായിട്ട് ഇവിടെ പലരും ജമി ചോദിച്ചത് കൊടുക്കുന്നില്ലെന്നോ. ഇവിടെ വന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ വീട് വെള്ളിയാളത്താണ്, അമേരിക്കയിലെ മറ്റേ. അപ്പൊ അത് അവർ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ചേച്ചി പറയുന്നത് സെബാസ്റ്റ്യന്റെ സ്ഥലമാണെന്ന് ചേച്ചിക്ക് അറിയാവുന്നത്.
ചേച്ചി സഭാഷം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സ്ഥലമാണ് എന്റെ സ്വന്തമാണെന്നൊക്കെ പറയുമായിരിക്കും. അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞു സെബാസ്റ്റ്യന്റെ സ്ഥലമാണെന്നാണ്. ഞങ്ങളെല്ലാം വിചാരിക്കും സെബാസ്റ്റ്യൻ അതൊരിക്കലും വരാൻ സാധിക്കും. അവർ കൊടുക്കുകയാണെന്ന് ചെന്നപ്പോൾ പറഞ്ഞു അത് ഇവിടെ വന്ന് അത് കൂട്ടിയിട്ട് വിചാരം അങ്ങനെയായിരിക്കും. അല്ലവരെയാ സഭാഷം അങ്ങനെ പറഞ്ഞു വരുന്നില്ല. ഞാൻ ഞങ്ങളുടെ സ്വന്തമാണ്, ഞാനിവിടെ ഒന്ന് കെട്ടിടമൊക്കെ പോകുമായിരുന്നു. ഞാനത് കഴിഞ്ഞിട്ട് ഈ കേസ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. പുള്ളി ഞാൻ ഈ പേപ്പറിലൊക്കെ ഈ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ അവിടെ മനോരമ പാലൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് അവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ കണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇനി വരുമായിരുന്നു നമുക്കറിയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ നടന്നിട്ട് പോകുമ്പോൾ ചിലപ്പോൾ റേഷങ്ങളുടെ സമയത്ത് വരുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഞാൻ ആളാണ് നേരത്തെ ഇവിടെ വന്ന് ഇതൊക്കെ ഇട്ടിട്ട് പോകുമായിരുന്നു. പുള്ളിയുടെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ പറയാം ഞങ്ങൾ സ്വന്തമാണ് വലിയ ഏർപ്പെടുത്തിയിരിക്കുന്നതൊക്കെ പറയുമായിരുന്നു. അല്ലാതെ ഇതിനകത്ത് അവരതിനകത്ത് അവരുടെ പേരിലാക്കുന്നത് ആരും കാണത്തില്ല. കാര്യം അവർ വിൽക്കാൻ അവരെ സമ്മതിച്ചിട്ടില്ല. ഇവിടെ പോയി അവിടെ നിന്ന് ചോദിച്ചോണ്ടെങ്കിലൊക്കെ അവർ പറഞ്ഞു വിട്ടത് അന്ന് ഫോൺ നമ്പറൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പം അത് കണ്ടില്ല. അപ്പോൾ എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവർ തന്നിട്ട് പോയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും വിളിക്കാണ് പോയത് അത് ഇപ്പം ഇല്ല. അത് അപ്പത്തുകാരൻ്റെ വഴി അന്വേഷിച്ചാൽ അറിയാം. സെബാസ്റ്റ്യൻ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരാണ്, നമുക്കറിയാം. ഇയാൾ പല സ്ഥലങ്ങളിലും ഭൂമി വാങ്ങിയിട്ടുണ്ട്. സ്ഥിരമായി വേളൂർ വട്ടത്തെ ഭൂമിയിലും ഇയാൾ വന്നു പോയിരുന്നു എന്നുള്ളതാണ്. നിരവധി തിരോധാനങ്ങൾ നടന്ന സമയത്ത്, അതായത് ബിന്ദു പത്മനാഭൻ, ഐഷ തുടങ്ങിയ തിരോധാനങ്ങൾ നടന്ന സമയത്തും ദീർഘകാലം സെബാസ്റ്റ്യൻ ഈ ഭൂമി കൈവശം വെച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർത്തുന്നത്. ശരണ്യ, എന്താണ് ഇപ്പോൾ ഈ നാട്ടുകാരും മറ്റും പറയുന്നത്? ഇയാൾക്ക് ഒരുപാട് ദുരൂഹതകളുള്ള ഒരു മനുഷ്യനാണ്, നമുക്കറിയാം. കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ സംഭവിച്ചിട്ടുണ്ടാകാനുള്ള പശ്ചാത്തലമൊക്കെ ഉണ്ട്. സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ വേളൂർ വട്ടത്തെ ഭൂമിയിലും സമാനമായ ചില കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണോ? രഞ്ജിത്ത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഏറെയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഇടപെട്ട ഇടങ്ങളെല്ലാം തന്നെ സംശയത്തോടു കൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നോക്കിക്കാണുന്നത്. അങ്ങനെ സംശയിക്കുന്ന ഒരു ഇടങ്ങളിലൊന്നാണ് ഈ വേളൂർ വട്ടത്തെ ഭൂമി എന്നുള്ളതാണ്. വേളൂർ വട്ടം ക്ഷേത്രത്തിനടുത്തായിട്ടുള്ള ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയാണ്. അത് സെബാസ്റ്റ്യൻ്റെതാണ് എന്നുള്ളതാണ് അയാൾ നാട്ടുകാരെ മുഴുവൻ പറഞ്ഞ് ബോധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2006 ബിന്ദു പത്മനാഭനെ കാണാതായത്. 2006 മുതൽ ബിന്ദു മരണപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 2017 കാലയളവിൽ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും ഒപ്പം തന്നെ ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതുവരെയുള്ള ഒരു ദീർഘമായ കാലയളവ് സെബാസ്റ്റ്യന് അതിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ 2012 കാലയളവിലാണ് ഐഷയെ കാണാതായത്. ഈ 3 കേസുകളും സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്തുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ കൃത്യമായ ഒരു ലിങ്കിലേക്ക് അന്വേഷണ സംഘത്തിന് വരാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഈ കാലയളവിൽ സെബാസ്റ്റ്യൻ ചെലവഴിച്ച നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതാണ്. അതായത് അവിടെ ഒരു വീടുണ്ടായിരുന്നു, ചെറിയ വീടുണ്ടായിരുന്നു. അവിടെ അയാൾ സ്ഥിരമായി എത്താറുണ്ടായിരുന്നു. സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആ വീടിനകത്ത് മദ്യപാനമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ എല്ലാവരെയും ധരിപ്പിച്ചിരുന്നത് ഇത് തൻ്റെ പുരയിടമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ അന്വേഷണ സംഘം പറയുന്നത് അത് മറ്റൊരാളുടെ ഭൂമിയാണ് എന്നുള്ളതാണ്. വിൽക്കാനായി ഇയാളെ ഏൽപ്പിച്ചതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ നാട്ടിലെ ആളുകളോട് സംസാരിക്കുമ്പോൾ അത് സെബാസ്റ്റ്യൻ്റെ ഭൂമിയാണ് എന്നുള്ള ഒരു ധാരണ തന്നെയാണ്. കാരണം അത്ര കണ്ട് സെബാസ്റ്റ്യൻ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഒരു കാട് പിടിച്ച സ്ഥലമാണ്. ഒരു വീട്, ചെറിയ വീടുണ്ടായിരുന്നു. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ മരങ്ങളുടെയൊക്കെ വിള എടുക്കുന്നതെല്ലാം ഇയാൾ തന്നെയാണ്. അതായത് ഈ ഫലങ്ങളൊക്കെ എടുക്കുന്നത് ഇയാളാണ് എന്നുള്ളത് നമ്മൾ ആ പരിസരത്ത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിസരത്തുള്ള ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും ഇയാൾ ചെന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വയോധിക നമ്മളോട് സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ ഇയാൾ വന്ന് കയറി പോയിരുന്ന ആ സ്ഥലത്ത്, രാത്രികാലങ്ങൾ ചിലവിട്ട സ്ഥലത്ത് മറ്റെന്തെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള. കാരണം ഈ സ്ത്രീകളെ, കാണാതായ സ്ത്രീകളെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ശരീരഭാഗങ്ങൾ എവിടെ, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സൂത്രശാലിയായ ഒരു ക്രിമിനലാണ് അയാൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അയാളുടെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ മോശമായപ്പോൾ ഒരു പക്ഷേ ജയനമ്മയുടേത് സ്വന്തം വീടിന്റെ പുരയിടത്തിൽ തന്നെ കത്തിച്ച ശേഷം മറവ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പക്ഷേ അപ്പോഴും അവർ വിലയിരുത്തുന്നത് കൊലപ്പെടുത്തി, തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി മുറിച്ച് കത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനൊന്നും മടിയില്ലാത്ത ഒരാൾ, ഇയാൾക്ക് റോഡിൽ നിന്ന് വളരെ പെട്ടെന്ന് അകത്തേക്ക് കയറാൻ കഴിയുന്ന രീതിയിൽ, കാർ ഓടിച്ച് അകത്തേക്ക് കയറാൻ കഴിയുന്ന രീതിയിൽ ഒരു കാട് പിടിച്ച ഒരു പുരയിടമൊക്കെ ആണ് നമ്മൾ ഈ കണ്ട വേളൂർ വട്ടത്തെ ഭൂമി എന്നുള്ളത്. അവിടെ ഇയാൾ സ്ഥിരമായി എത്തിയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട
ചില തർക്കങ്ങൾ ഉടമയുമൊക്കെയായി ബന്ധം. കാരണം അവിടെ നിന്ന് JCB ഉപയോഗിച്ച് കുഴികൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല കുഴിയിൽ അവിടെ ആ പുരയിടത്തിൽ നിന്ന് ഉടമ അറിയാതെ തന്നെ മണ്ണുൾപ്പെടെ ഇയാൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇയാളുടെ ഒരു സൗഹൃദ വലയം സ്ഥാപിച്ച് ആ ആളുകൾക്ക് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. പലതും അവിടെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, പൊളിച്ചു മൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും അന്വേഷണ സംഘം ഈ സ്ഥലവും കൂടി വെരിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ സ്ഥലം കേന്ദ്രീകരിച്ചും നാട്ടുകാർ ഇപ്പോൾ സംസാരിച്ചനുസരിച്ച് സെബാസ്റ്റ്യൻ ഇവിടെ സ്ഥിരമായി വരാറുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന സമയങ്ങളിലൊക്കെ ഇയാൾ ഇവിടുത്തെ ഫ്രീക്വന്റ് ആയിട്ടുള്ള വിസിറ്റർ ആയിരുന്നു. പല സമയത്തും ഇയാൾ വന്നു പോയിട്ടുണ്ട്. ഇയാളുടെ ഇടപാടുകളെല്ലാം ദുരൂഹമാണ്, നമുക്കറിയാം. അപ്പോൾ ഈ വേളൂർ വട്ടത്തെ ഭൂമിയിലും അന്വേഷണ സംഘം പരിശോധനയും തെരച്ചിലും മറ്റും നടത്തുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഇയാളുടെ മൊഴി ഇത്തരത്തിൽ എന്തെങ്കിലും വ്യക്തമായി ലഭിച്ചിട്ടുണ്ടോ ശരണ്യ? അതിന്റെ തുടക്കമെന്നോണം ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള രേഖകളും വിശദാംശങ്ങളും ക്രൈംബ്രാഞ്ച് സംഘം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവര് ഈ സ്ഥലത്തെ സംബന്ധിച്ച് പ്രാഥമിക പരിശോധനകൾ കടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും സെബാസ്റ്റ്യൻ ബുദ്ധിശാലി അല്ലാത്ത ഒരാളല്ല. അതുകൊണ്ട് തന്നെ അയാളുടെ പുരയിടത്തിൽ തന്നെ ഇതൊക്കെ ഒളിപ്പിച്ചു എന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നില്ല. വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും സെബാസ്റ്റ്യൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ മറ്റ് മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ മറ്റിടങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടികൾ കൊണ്ട് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ അന്വേഷണ സംഘത്തിനുണ്ട്. അത്തരത്തിൽ ഏത് കടുത്ത രീതിയും ചെയ്യും. പിന്നെ വാഹനം ഉണ്ടായിരുന്ന ആളാണ്, കാർ ഓടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കോമ്പൗണ്ടിനകത്തൊക്കെ രാത്രി ചെന്നാൽ വലിയ തിരക്കേറിയ റോഡാണെങ്കിൽ പോലും രാത്രി കാലങ്ങളിലൊന്നും അവിടെ ആരുമില്ല. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ മുൻപത്തെ സാഹചര്യം എന്തായിരിക്കും എന്ന് അറിയാലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് ഇയാൾക്ക് സേഫായി കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരിടം കൂടിയാണത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇനി അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് പക്ഷെ സെബാസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഈ സ്ഥലത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇയാൾക്ക് ഇത്തരത്തിൽ നിരവധി സ്ഥലങ്ങളും മറ്റുമുണ്ട്. അവിടെയൊക്കെ ഇത്തരം ദുരൂഹതകൾ ഒളിച്ചിരുന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് പോലീസിനും അന്വേഷണ സംഘത്തിനും മറ്റും ഉള്ളത്. ഇതിപ്പോഴും ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ കാട് പിടിച്ച് മൂടപ്പെട്ട സ്ഥലമാണല്ലോ ശരണ്യ. ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഈ സമീപത്തൊന്നും അധികം ആളുകളുണ്ടെന്ന് തോന്നുന്നില്ല. സ്ഥലം വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ വിശദമായി തന്നെ ഈ വിഷയത്തിൽ പരിശോധന വേണ്ടി വരും അല്ലേ? രണ്ട് കോമ്പൗണ്ടുകൾ അടുപ്പിച്ച് കിടക്കുന്നതാണ്. രണ്ട് കോമ്പൗണ്ടും വിൽപ്പനയ്ക്കായി ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ക്ഷേത്രം ഭാരവാഹികളടക്കം ഇടയ്ക്ക് ഈ സ്ഥലം അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലം എടുക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ദല്ലാളായിട്ട് ക്ഷേത്രത്തിന് ഈ സ്ഥലം വാങ്ങാം, രണ്ട് കോമ്പൗണ്ടുകൾ ചേർത്ത് വിൽപ്പന നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു തമ്പി എന്നൊരാളെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരമൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഇടപെടൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം നമുക്കറിയാം ഈ ജനമത നിരോധന കേസിൽ സെബാസ്റ്റ്യൻ ജയനമ്മയുടെ സ്വർണം പണയം വെക്കാൻ ഏൽപ്പിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവർ മനോജാണ്. മനോജ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓട്ടോ ഓടുന്നത്. അതായത് ചേർത്തല നഗരത്തിൽ തന്നെ ഇരുമ്പുപാലത്തിനടുത്താണ്. മനോജിനോട് നമ്മൾ ചോദിക്കുമ്പോഴും ഈ പ്രോപ്പർട്ടി സെബാസ്റ്റ്യൻ്റെതാണെന്നാണ് മനോജ് നമ്മളോട് പറഞ്ഞത്. അതായത് സെബാസ്റ്റ്യൻ ഇടനില നിന്ന് വാങ്ങിയിട്ടേക്കുന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അന്വേഷണ സംഘം പറയുന്നു അതിന് കരമടയ്ക്കുന്ന ആളുകൾ വേറെ ആളുകളാണ്, വേറെ ഉടമയുണ്ട്, അവർ വിദേശത്താണ് എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘം നൽകുന്നത്. പക്ഷേ ആളുകളിലെല്ലാം ഇത് തൻ്റെതാണ് എന്നുള്ളൊരു ചിത്രം ഉണ്ടാക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാനായിട്ട് ആ ഭൂമി ഉപയോഗിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. അതിനകത്തുണ്ടായിരുന്ന വീട് പോലും പൊളിച്ചു കളഞ്ഞത്, ആ ചെറിയ വീട് പോലും പൊളിച്ചു കളഞ്ഞത് ഇയാളുടെ ശല്യം മൂലമാണ് എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 2017 ശേഷം 2017 വരെ ബിന്ദു പത്മനാഭന്റെ കേസ് വളരെ സജീവമാവുകയും സ്ഥലം തട്ടിയെടുത്തു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നവരെ അയാൾ വളരെ സേഫായി വന്നു പോയിരുന്നൊരു സ്ഥലമാണ് അതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പലയിടങ്ങളും പരിശോധിക്കുന്നുണ്ട്. പള്ളിപ്പുറത്തെ വീട് മാത്രമല്ല ദുരൂഹത. നമുക്കറിയാം റോസമ്മയുടെ കോഴി ഫാമിലേക്കുള്ള പരിശോധനയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ സമാനം റോസമ്മ പറഞ്ഞത് ഇതേ മൊഴിയാണ് നമ്മളോട് പറഞ്ഞത്. അതായത് JCB ഉപയോഗിച്ച് തൻ്റെ പുരയിടം കിളച്ചു എന്ന് റോസമ്മ പറഞ്ഞു. എന്നാലും ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഈ കോമ്പൗണ്ടിലും ഇയാൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുകൾക്ക് തേങ്ങയും മാങ്ങയൊക്കെ ഇയാൾ തന്നെയാണ് പറിച്ച് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എൻ്റെതാണ് എന്നുള്ളൊരു ധാരണ വരുത്താൻ വേറെ ആരും ചോദ്യം ചെയ്യാത്ത രീതിയിൽ, വേറെ ആരും കടക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലം ഒരു സംശയത്തിന് നിലയിൽ നിൽക്കുന്നതും അന്വേഷണ സംഘം അതിന്റെ വിശദാംശങ്ങൾ എടുക്കുന്നതും. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സെബാസ്റ്റ്യന്റെ ദുരൂഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ വഴിവെക്കുകയാണ്. ദീർഘമായ
വളരെ ഫലപ്രദമായ കാര്യക്ഷമമായ വിശാലമായ ഒരു അന്വേഷണം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടിവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അന്വേഷണ സംഘത്തിന് പല തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായൊരു മൊഴി, ഇയാൾ വളരെ കൂസലില്ലാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യനായാണ് ഇയാളെ കാണേണ്ടത്. ഇയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഇനിയുള്ള പരിണത ഫലങ്ങളുമായി ബന്ധപ്പെട്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്തും. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രമേ ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പയറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെയൊക്കെ എനിക്ക് അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത് രണ്ടും. ഇടുക്കി ബൈസൺ വാലിയിൽ വയോധികനെ വെട്ടിക്കൊന്നു. ഓലിക്കൽ സുധനാണ് കൊല്ലപ്പെട്ടത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് സമീപവാസി അജിത്താണ് വെട്ടിയത്. പ്രതി രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലാണ്. കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് സംഭവം. ബൈസൺ വാലി ചൊക്രമുടി പാറക്കടവ് ഭാഗത്ത് വെച്ചായിരുന്നു കൊലപാതകം. പ്രദേശവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. ഞാൻ വൈകുന്നേരം വീട്ടിലിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ വിളിച്ചായിരുന്നു. പോലീസുകാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പാറക്കട ജംഗ്ഷനിൽ ആരാണ്ടോ മരിച്ചു കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശരിയാണെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ കഥ തുറന്ന് നോക്കി, അവിടെ ഒന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ 2-3 പേര് കൂടി ആ ഭാഗത്തേക്ക് ഞങ്ങൾ വണ്ടി ഓടിച്ച് ചെല്ലുമ്പം റോഡിൻ്റെ നടുക്ക് ആൾ രക്തമൊലിച്ച് കിടക്കുക. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി വിളിച്ചു, അവരുടെ വീട്ടുകാരെ വിളിച്ചു. ഈ മരിച്ച ആളിൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. അതിനകത്ത് അയൽവക്ക ഒരു തർക്കം ഉണ്ടായിരുന്നു 2-3 ദിവസം മുമ്പ്. ആ തർക്കവുമായി ബന്ധപ്പെട്ട ആളിൻ്റെ വീടിൻ്റെ വാദത്തിലാണ് മരിച്ചു കിടക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ജീവനില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അന്നേരം തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് വന്നില്ല. പിന്നെ അവരുടെ ജീപ്പിന് തന്നെ ബസ്സിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി ഇടങ്ങയിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോഴത്തേക്കും ആൾ മരിച്ചു. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്താനിടയായ പശ്ചാത്തലം അതെങ്ങനെ വന്നു? ഇത് കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് സംഭവം അറിയുന്നത്. ഈ ചൊക്രമുടി മേഖലയിലേക്ക് നടന്നു പോവുകയായിരുന്ന നാട്ടുകാർ റോഡിൽ പാറക്കടവ് ഭാഗത്ത് റോഡിൽ ചോര വാർന്നു കിടക്കുന്ന സുധനെ കാണുകയും രാജാക്കാട് പോലീസ് വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് രാജാക്കാട് പോലീസ് നാട്ടുകാരായ മറ്റു ചിലരെ വിവരമറിയിച്ച് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ക്രമീകരണം ചെയ്തു. നാട്ടുകാരെത്തി ഈ സുധനെ ജീപ്പിൽ കുഞ്ഞിത്തണ്ണയിൽ എത്തിക്കുകയും തുടർന്ന് ആംബുലൻസിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പ്രദേശവാസിയായ അജിത്ത് എന്ന ഒരാളാണ് കൊലപാതക കൃത്യം നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ സുധനും അജിത്തും തമ്മിൽ കഴിഞ്ഞിടെ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അജിത്തിന്റെ അമ്മയെ സുധൻ ചീത്ത വിളിച്ചു എന്നൊരു ആരോപണം ഉയർന്നു. ഇത് സംബന്ധിച്ചുള്ള തർക്കമാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം സുധൻ ഇത്തരത്തിൽ അജിത്തിന്റെ അമ്മയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇവരെ ചീത്ത വിളിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇരുവരും അയൽവാസികളാണ്. ഈ സമീപ പ്രദേശത്താണ് ഇരുവരുടെയും വീട്. വീടിന്റെ സമീപ മേഖലയിൽ തന്നെയായിട്ടാണ് ഇത്തരത്തിലൊരു കൃത്യം നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അജിത്ത് പ്രതിയെ സംശയിക്കുന്ന അജിത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ബൈസൺ വാലിയിൽ വയോധികനെ വെട്ടിക്കൊന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതിയത്. വ്യക്തിവൈരാഗ്യമാണ് ഈ വിഷയത്തിന് കാരണമായത്. രാജാക്കാട് പോലീസ് കസ്റ്റഡിയിൽ ഇയാളുണ്ട്, പ്രതിയുണ്ട്. രാത്രി 10 മണിയോടെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ബൈസൺ വാലി ചൊക്രമുടി പാറക്കടവ് ഭാഗത്ത് വെച്ച് കൊലപാതകമുണ്ടായത്. ഈ അജിത്ത് എന്ന് പറയുന്ന ആൾ, പ്രിൻസ്, നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമോ മറ്റോ ഉള്ള ആളാണോ, അതോ പെട്ടെന്നുള്ള പ്രകോപനത്തിന് പുറത്ത് ചെയ്ത ഒരു സംഭവമായിരുന്നോ ഇത്? പ്രിൻസ്
ശരി, പ്രിൻസില്ല. ഏതായാലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റു വാർത്ത, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ സംഭവത്തിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ADGPക്കെതിരെ ആരാണ് അന്വേഷണം നടത്തിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൽ അസ്വാഭാവികതയില്ലേ? കീഴുദ്യോഗസ്ഥൻ ക്ലീൻ ചിറ്റ് നൽകിയത് ശരിയായില്ല. ഹൈക്കോടതി ജഡ്ജിക്കെതിരെയുള്ള അന്വേഷണം ജില്ലാ കോടതി ജഡ്ജി നടത്തിയതുപോലെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് അസാധുവാക്കിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് MR അജിത് കുമാർ നൽകിയ ഹർജിയിലെ ആവശ്യം. കേസിൽ നാളെ വിധി പറയും. ഏതായാലും അജിത് കുമാർ തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന്. നേരത്തെ സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ വന്നിരുന്നു. മുഖ്യമന്ത്രി അടക്കം അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് തിരിച്ചയച്ച സംഭവം വളരെ പ്രധാനമാണ്. സ്വാഭാവികത ചൂണ്ടിക്കാട്ടുകയാണ് കോടതി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ സംഭവത്തിൽ നിർണായക ചോദ്യങ്ങളാണ് കോടതി ഇപ്പോൾ സർക്കാരിനോട്, സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ADGPക്കെതിരെ ആരാണ് അന്വേഷിച്ചത് എന്നുള്ളതാണ് അതിൽ നിർണായകമായ ചോദ്യം. അതിൽ ഡാനി ഇപ്പോൾ ചേരുകയാണ്. ഡാനി, സർക്കാർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാൻ ശ്രമിച്ചു. അതിനുള്ള ശ്രമങ്ങൾ ഭരണതലത്തിലുണ്ടായി. മുഖ്യമന്ത്രി ഇടപെട്ട് ഈ സംഭവത്തിലുള്ള പശ്ചാത്തലമൊക്കെ ഒരുക്കി. പക്ഷേ ഇപ്പോൾ കോടതി കുറച്ചുകൂടെ കാര്യങ്ങൾ കടുപ്പിക്കുകയാണോ? കോടതി ഇന്ന് ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെയാണ് പരിശോധിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഈ അജിത് കുമാർ ചൂണ്ടിക്കാണിച്ച ചില വിഷയങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിച്ച വിഷയം, ഇത് കൃത്യമായ രീതിയിലല്ല ഈ റിപ്പോർട്ട് പരിഗണിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി നോക്കിയിരുന്നു. അതിനുശേഷം ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടോ, അതായത് ഈ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുക, അതോടൊപ്പം തന്നെ വിജിലൻസ് കോടതി തള്ളുക, ഈ ക്ലീൻ ചീറ്റ് നൽകിയത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. കോടതി അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെയാണ് കോടതി തുടക്കത്തിലെ തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചത്. ഈ കീഴുദ്യോഗസ്ഥൻ ക്ലീൻ ചിറ്റ് നൽകിയത് ശരിയായില്ലെന്ന് കോടതി വളരെ നേരെ തന്നെ പറയുകയുണ്ടായി. ജഡ്ജിക്കെതിരെ ഉള്ള ഒരു അന്വേഷണം ജില്ലാ കോടതി ജഡ്ജി നടത്തുന്നത് പോലെ എന്നാണ് കോടതി അതിനെ ഉദാഹരിച്ചത്. കാരണം മേലുദ്യോഗസ്ഥനെതിരെ ഒരു കീഴുദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇത് നടത്തുക? ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഒരു രജിസ്ട്രാർ അന്വേഷണം നടത്തുമ്പോൾ ആ രീതിയിലെല്ലാം ആയിപ്പോയി ഇത്തരം കാര്യങ്ങൾ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മാംശത്തിൽ തന്നെ അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നത് പറഞ്ഞു. ആരാണ് അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയതെന്ന് ഹൈക്കോടതി ആരായുകയും ചെയ്തു. ഉന്നത ഉദ്യോഗസ്ഥനാണോ അതോ ജൂനിയർ ഉദ്യോഗസ്ഥനാണോ ഇത് അന്വേഷിച്ചതെന്ന് ഹൈക്കോടതി ചോദിച്ചു. ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൽ അസ്വാഭാവികതയില്ലേ എന്നും ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വാക്കാലുള്ളൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഇതുമായി വിശദമായ വാദം കേട്ട ശേഷം ഈ കേസിലെ വിധി പറയുന്നത് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കോടതി പറഞ്ഞു. ഉടനെ ഈ അജിത് കുമാർ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് പാലിച്ചിട്ടില്ല എന്നാണ് മറുപടി നൽകിയത്. തുടർന്ന് കോടതി ഈ നടപടിക്രമങ്ങൾ പരിശോധിച്ചിട്ട് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചതായി കാണുന്നില്ല. PC ആക്ടിലെ സെക്ഷൻ 70 പ്രകാരം സർക്കാരിന്റെ അപ്രൂവൽ ഇക്കാര്യങ്ങളിൽ ആവശ്യമാണെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കേസിൽ വിജിലൻസിനോടും ഹൈക്കോടതി മറുപടി തേടിയിട്ടുണ്ട്. മുൻകൂർ അനുമതി വാങ്ങിയാണോ അന്വേഷണം നടത്തിയതെന്നും വിജിലൻസ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസെടുത്ത മജിസ്ട്രേറ്റ് കോടതി നടപടിയിൽ വീഴ്ചയെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ സംബന്ധിയായി വളരെ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചത്. വിജിലൻസ് കോടതിയുടെ നടപടിയിൽ നിയമപ്രശ്നമുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമായി വന്നിട്ടുള്ളത്. വിജിലൻസ് കോടതി ഉത്തരവിലെ നിയമപ്രശ്നങ്ങളാണ് പരിശോധിക്കുന്നതെന്നും അല്ല രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല പരിശോധിക്കേണ്ടത്, ഇത് കോടതിയുടെ ചുമതലയിലല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി. അപ്പോഴും ഡാനിയുടെ ജൂനിയർ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച വിഷയം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു അസ്വാഭാവികതയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥൻ ക്ലീൻ ചിറ്റ് നൽകിയത് ശരിയായോ എന്ന ചോദ്യമുണ്ട്. ഹൈക്കോടതി ജഡ്ജിക്കെതിരെയുള്ള അന്വേഷണം ജില്ലാ കോടതി ജഡ്ജി നടത്തിയതുപോലെയാണ് എന്നുള്ള പരാമർശമുണ്ട്. പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇതൊക്കെ സർക്കാർ തലത്തിൽ കൂടി വരുന്ന കാര്യമാണല്ലോ. കാരണം സർക്കാർ നിയോഗിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തുകയും ക്ലീൻ ചിറ്റ് നൽകുകയും മറ്റും ചെയ്തത്. അത് ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തെ ബാധിക്കുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും ഇതെല്ലാം തന്നെ സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ടുള്ള നടപടികൾ തന്നെയാണ്. അത് മറ്റൊരു സംവിധാനങ്ങളിലല്ല, ഇതിനോടുകൂടി ചേർന്ന് നിൽക്കും തന്നെയാണ്. അപ്പോൾ
ഈ പരമാവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമാക്കാൻ ശ്രമിച്ച ഒരു കാര്യങ്ങൾ കൂടിയാണ്. അങ്ങനെ കോടതി നിരീക്ഷിക്കുന്നുണ്ടോ എന്നത് കൂടി അതിലൊരു സംശയം ഉയർത്തുന്നുണ്ട്. കാരണം ഇത്ര കീഴുദ്യോഗസ്ഥൻ ഒരു കേസ് അന്വേഷിക്കുക, അതിനെ ആരാണ് ചുമതലപ്പെടുത്തുക? ഏതായാലും ഒരു ഗവൺമെന്റ് ഉത്തരവില്ലാതെ നിർദ്ദേശമില്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ തുടക്കത്തിലെ തന്നെ വീഴ്ചയുണ്ടോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിലൊരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള ഒരു സംശയങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തും അല്ലെങ്കിൽ ഇതിലേക്ക് നടപടികൾ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും തന്നെ തോന്നുക. തുടക്കത്തിൽ തന്നെ ഒരാളെ സംരക്ഷിക്കാൻ നടത്തിയ ഒരു ശ്രമങ്ങളുടെ ഭാഗമാണോ എന്നതെല്ലാം തന്നെ നിരീക്ഷിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴറിയാം, ഇപ്പോൾ ഈ തൃശൂർ പൂരം ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ വരുത്തിയ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു എല്ലാ തലത്തിലും എന്ന്, അതിൽ വലിയ ആലോചനകൾ നടക്കുന്നു എന്നതെല്ലാം തന്നെ വാർത്തകൾ പുറത്തു വരുന്ന ഒരു ഘട്ടം തന്നെയാണ് ഇതിൽ. അപ്പോഴാണ് ഇന്നിപ്പോൾ കോടതി ഇദ്ദേഹത്തിന് സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കോടതി പരിശോധിക്കുകയും അതിൽ കീഴുദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് എത്ര കണ്ട് ശരിയാണ് എന്ന് ഹൈക്കോടതി തന്നെ തിരികെ ചോദിക്കുകയും ചെയ്തത്. ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് തന്നെ അതെല്ലാം തന്നെ ചോദിച്ചു. അപ്പോൾ ആ ചോദ്യങ്ങൾ തന്നെയുണ്ട്. ഇത് ആര് നിയോഗിച്ചു, ഇത് എങ്ങനെയാണ് ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങുക, ഒരു മേലുദ്യോഗസ്ഥന് കീഴുദ്യോഗസ്ഥന് അന്വേഷണം നടത്തുക, അത് എന്ത് സംവിധാനമാണെന്നത് അടക്കമുള്ള ഒരു ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു കോടതിയുടെ ഈ ഒരു പരാമർശങ്ങൾ. ഏതായാലും ഇക്കാര്യങ്ങളിൽ ഈ തനിക്ക് എതിരായ ക്ലീൻ ചിറ്റ് തള്ളിയ നടപടി പരിശോധിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇക്കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നാളെ ഈ ഹൈക്കോടതി ഉത്തരവ് എന്തായാലും അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അജിത് കുമാറിനെ സംബന്ധിച്ച് മാത്രവുമല്ല, ഇക്കാര്യത്തിൽ സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടയിൽ തന്നെയാണ് ഈ കേസ് പരിഗണിക്കപ്പെടുന്നതും നാളെ അതിൽ ഉത്തരവിലേക്ക് നീങ്ങുന്നതും. അതാണ് സാഹചര്യം. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ്, നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. കാസർഗോഡ് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് കവർച്ചാശ്രമം. നാട്ടുകാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം കവർച്ച ഒഴിവായി. കാഞ്ഞങ്ങാട് പുല്ലൂരിലെ പൊതുപ്രവർത്തകനും പ്രവാസിയുമായ പി പത്മനാഭന്റെ വീട്ടിലാണ് ഹെൽമറ്റ് ധാരികളായ മോഷ്ടാക്കൾ എത്തിയത്. സംഭവത്തിന് പിന്നിൽ പ്രൊഫഷണൽ സംഘങ്ങൾ എന്നാണ് പോലീസിന്റെ നിഗമനം. CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാക്കൾ വാതിൽ തകർക്കുന്ന കാര്യം നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ ഒരുപക്ഷെ മോഷ്ടാക്കളിലേക്ക് എത്തിച്ചേക്കാം എന്നുള്ള സൂചനകൾ കൂടി, പ്രതീക്ഷ കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 മണിയോട് കൂടിയിട്ട്, രാത്രി 9 മണിയോട് കൂടിയിട്ട് 2 ചെറുപ്പക്കാർ ശരിക്ക് ഹെൽമെറ്റ് വെച്ച് മാസ്ക് ധരിച്ച് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഒരു നീല ജീൻസും കറുത്ത ടീഷർട്ടും പിന്നെ നീല ജീൻസും ഒരു യെല്ലോ ടീഷർട്ടുമായിട്ട് 2 പേര് മതിൽ കയറിക്കൊണ്ട് വരികയും പിന്നെ ഒരു 15 മിനിറ്റോളം ഫ്രണ്ട് ഡോറ് മാക്സിമം എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ കുത്തി കൊടുക്കുക. അപ്പോൾ വൈഫ് മുകളിലുണ്ടായിരുന്നു, മുകളിലത്തെ പിന്നെ റൂമിലുണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ ഞാനിവിടെ വീട്ടിലുണ്ടായില്ല. ഞാൻ അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ പിന്നെ നീലേശ്വരം തേജസ്വിനി ഹോസ്പിറ്റലായിരുന്നു. വിളിച്ച് പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ റോഡ് പണിയുടെ ശബ്ദമായിരിക്കും വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ പിന്നെ ഇവർ തൊട്ടടുത്തുള്ള കൃഷ്ണാട്ടിനെയും പ്രകാശിനെയും മറ്റൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പ്രകാശനും അവൻ്റെ ബ്രദറും ആദ്യം വന്നു. ആ വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് ആകെ 15 മിനിറ്റേ കിട്ടിയിട്ടുള്ളൂ. ഒരു റൂമിൽ കയറിയിട്ട് ഡ്രോവർ വലിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. ആ പേഴ്സിൽ കുറച്ച് ദിർഹംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് പിന്നെ അവിടേക്ക് ഇവർ വന്നു ഒച്ച ഇവർ കിച്ചൻ്റെ ഭാഗത്തുകൂടിയും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്രില്ലുണ്ടായിരുന്നു. ആ ഗ്രില്ലും പൊളിച്ചിട്ട് ആ പൊളിക്കേണ്ട സമയമാകുമ്പോൾ എടുത്ത പേഴ്സും മറ്റു കാര്യങ്ങളും ഇവർ ചെറിയ ബാഗ് അവിടെ വെച്ചിട്ട് പിന്നെ ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പേഴ്സ് നഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്നിട്ട് അവർ അടുത്ത ആൾ താമസമില്ലാത്തൊരു വളപ്പുണ്ട്, വീടുണ്ട്. ആ വളപ്പിലേക്ക് കയറി കാട് കയറാൻ അതിലേക്ക് രക്ഷപ്പെടുകയുണ്ടായത്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഈ മോഷ്ടാക്കൾ ഒരു വലിയ ശ്രമം നടത്തി അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ എങ്ങനെയാണിത് ഒഴിവായത്? നാട്ടുകാർ എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത്? രഞ്ജിത്ത്, ഇത് രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ 1 മാസത്തിനിടെ മാത്രം ഈ ദേശീയ പാതക്കരികളുള്ള ഇത്തരം വീടുകളിൽ, പ്രത്യേകിച്ച് ആളില്ലാത്ത വീടുകളിൽ ഈ കവർച്ച നടത്തുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട്. 1 മാസത്തിനിടെ 5 വീടുകളിലാണ് ഇത്തരത്തിൽ കവർച്ച നടന്നത്. അതിന്റെ ഈ വീട്ടമ്മ സൗദാമിനി എന്ന് പറയുന്ന ഈ വീട്ടമ്മ മുകളിലത്തെ നിലയിലായിരുന്നു. ആ സമയത്താണ് പുറത്തു നിന്നും ഇത്തരം ശബ്ദം കേൾക്കുകയും
പിന്നീട് ഇവരുടെ കൂടുതൽ ആളുകളെ വിവരമറിയിക്കുകയും ചെയ്തു. ആ വരുന്ന സമയത്ത് 2 മോഷ്ടാക്കളും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. പിന്നീട് അവര് ഈ പിറകിലുള്ള ഗ്രിൽസ് തകർത്ത് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇതൊരു പ്രൊഫഷണൽ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും വളരെ ഗൗരവത്തിൽ ഈ വിഷയം പോലീസ് എടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പല വീടുകളിലും ഉണ്ടായ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതേ സംഘമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് പ്രധാന തെളിവ് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് സ്ഥലങ്ങളിൽ നടന്ന മോഷണവും ഈ കവർച്ചയും ഇതിൽ നിന്നും കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വീട്ടമ്മ ഒരുപക്ഷെ ഈ താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്രത്തോളം വളരെ ഗൗരവമായ ഒരു സംഭവമാണിത്. ഈ ദേശീയപാതയ്ക്കരികിൽ ഇത്തരത്തിൽ ഒരുപക്ഷെ ആളില്ലാത്ത വീട് എന്ന് കരുതിയായിരിക്കാം ഇവർ കവർച്ചയ്ക്ക് വന്നത്. ഇത്തരത്തിൽ 5 വീടുകളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ശ്രമവും കവർച്ചയും ഉണ്ടായത്. ഏതായാലും ഈ ആളുകൾ എത്തി ഇത്തരത്തിൽ ഇവർ രക്ഷപ്പെടുന്ന സാഹചര്യമാണ്. വലിയ കമ്പിപ്പാര ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് തൊട്ട് സമീപത്തെ ഒരു വീട്ടുവളപ്പിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് ധരിച്ചാണ് ഈ സംഘം എത്തിയത്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനത്തിലാണ് ഇവർ എത്തിയതെന്ന് സംശയിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇത്തരത്തിൽ കവർച്ചാശ്രമവും കവർച്ചയും ഉണ്ടായ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസമാണ് പോലീസ് ഉള്ളത്. ഏതായാലും പോലീസ് ഈ CCTV ഇത് വീട്ടിൽ നിന്നും ലഭിച്ച CCTV കൂടാതെ മറ്റ് പ്രദേശം അതായത് റോഡിന് സമീപമുള്ള CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും മറ്റ് കവർച്ചാ കേസുകളിൽ കൂടി തുമ്മുണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. കാസർഗോഡാണ് ഈ സംഭവം ഉണ്ടായത്. കാസർഗോഡ് പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് കവർച്ചാശ്രമം. നാട്ടുകാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം കവർച്ച ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഹെൽമെറ്റ് ധരിച്ചെത്തിയവരാണ്. ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് തിരഞ്ഞു വരികയാണ്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാള് പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാള് പേടിക്കുന്നു ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പയറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്നെയൊക്കെ അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. മലയാളികളെ പൊന്നോണത്തിന്റെ വരവറിയിക്കുന്നതാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം. തൃപ്പൂണിത്തുറയുടെ പ്രൗഢിയും പഴമയും വിളിച്ചൊതുന്ന അത്തച്ചമയം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുരുന്നുകൾ ആഘോഷത്തിൽ ഇച്ഛാശക്തിയുടെ നക്ഷത്രങ്ങളായി. അത്തച്ചമയ ഘോഷയാത്രയുടെ വിശദാംശങ്ങളാണ് ഇതിലൂടെ സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സമത്വസുന്ദര ലോകമെന്ന ചിരകാല സ്വപ്നം സാർത്ഥകമാക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളി ഓണം ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ ഏതിരുണ്ട കോണിലുള്ളവനും വിശക്കാതെ ഉറങ്ങുന്ന മനോഹരമായ സ്വപ്നത്തെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മലയാളി. ആ ആഘോഷത്തിന്റെ ഔദ്യോഗികമായ തുടക്കമാണ് തൃപ്പൂണിത്തുറയിലെ ഈ രാജവീഥികളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മന്ത്രി MP രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചവിട്ടി താഴ്ത്തിയവന്റെ ആഘോഷമല്ല ഓണം, ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമാണ് ഓണമെന്നാണ് മന്ത്രി ആ അവസരത്തിൽ നമ്മളോട് പറഞ്ഞത്. ഓണം സമത്വത്തിന്റെ സമഭാവനയുടെ ആശയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എത്ര ചവിട്ടിത്താഴ്ത്തിയാലും സമത്വ ദർശനം ഏത് പാതാളത്തിൽ നിന്നാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന ആശയമാണ്, എന്ന ഐതിഹ്യമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത്. ചവിട്ടിത്താഴ്ത്തിയതിന്റെ ആഘോഷമല്ല, ചവിട്ടിത്താഴ്ത്തിയതിനെ അതിജീവിക്കുന്നതിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കൂടി ആശയമാണ്, ആഘോഷമാണ് ഓണം എന്നത്. മന്ത്രി P രാജീവാണ് പതാക ഫ്ലാഗ് ഓഫ് ചെയ്തത്. അത്തച്ചമയത്തിന്റെ പതാക ഫ്ലാഗ് ഓഫ് ചെയ്തത്. തുടർന്ന് നടൻ ജയറാം ഘോഷയാത്രയുടെ പതാകയും ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഘോഷയാത്ര അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പ്ലോട്ടുകൾ, നിശ്ചല ദൃശ്യങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ട് വിവിധ വൈവിധ്യങ്ങൾ വിളിച്ചോതുന്ന, വിവിധ സബ്ജക്റ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള വിവിധ പ്ലോട്ടുകൾ
ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് ഈ ഘോഷയാത്രയ്ക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചവിട്ടിയവനും ചവിട്ടി താഴ്ത്തിയവനും ഇല്ലാതാകുന്ന ലോകമാണ് മലയാളി സ്വപ്നം കണ്ടത്. ചവിട്ടിയവൻ ദൈവമായിട്ട് കൂടി ആ ദൈവത്തെയോട് കട്ടായം പറഞ്ഞ് മലയാളി ഓണം ആഘോഷിക്കുകയാണ്. ആത്യന്തിക മാനുഷിക നന്മകൾ ഏത് പാതാളത്തിൽ നിന്നും തിരിച്ചു വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മലയാളി ഓണമെന്ന സങ്കല്പത്തെ മനോഹരമായ ഒരു ഉത്സവമാക്കി മാറ്റിയത്. ജാതിമത ഭേദമന്യേ എല്ലാവരും അണിനിരക്കുന്ന ഉത്സവമായി ഓണം മാറിയിരിക്കണം. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ അത്തം മുതൽ 10 നാൾ അത്തച്ചമയാഘോഷത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തിരക്കുകളാണ്. ഇനി അങ്ങോട്ട് ഓരോരുത്തരും ഈ നല്ല മൊമെൻസിന് വേണ്ടിയിട്ട്, ഏറ്റവും സന്തോഷപൂർണ്ണമായ മൊമെൻസിന് വേണ്ടിയിട്ട് പല രാത്രികളിൽ ഉറക്കമൊഴിച്ചിരുന്നാണ് ഇന്നൊരു ദിവസത്തിന് വേണ്ടി ഇവിടെയുള്ളവരെല്ലാവരും കാത്തിരുന്നത്. എനിക്ക് പിന്നിലായിട്ടുള്ള ഈ ലഹരി വിരുദ്ധ സന്ദേശം ഉൾപ്പെടെ രമണൻ, അതുപോലെ തന്നെ പഹൽഗാം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നിരവധി പ്ലോട്ടുകളാണ് ഈ വീഥികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം നവമിയുണ്ട് മറ്റു ചില ദൃശ്യങ്ങളുമായി. ആനയും അമ്പാരിയും രാജപല്ലക്കും തെയ്യവും തിറയും കലാപ്രകടനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ദൃശ്യവിരുങ്ങൊക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റുകയാണ്. മലയാളികൾക്ക് ആഘോഷം എന്നാൽ ഓണമാണ്. ഓണം തുടങ്ങുന്നത് അത്തച്ചമയത്തില്. 400 കലാകാരന്മാർ, 23 നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ കലാരൂപങ്ങളും ഇവിടെ എത്തുന്നവരുടെ കണ്ണിനും മനസ്സിനും ഏറെ സന്തോഷമാണ് നൽകുന്നത്. തിരുവാതിര, കൈകൊട്ടിക്കളി, മാർഗംകളി, ഒപ്പന ഇതെല്ലാം തന്നെ മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത ഉദാഹരണമായി മാറുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഉത്സവമായ ഓണത്തിന്റെ ഒരാഘോഷത്തിന്റെ തുടക്കമാണ് ഈ തൃപ്പൂണിത്തുറയിൽ കൊടിയേറിയത്. ഇത് കാണുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നതും കുട്ടികളും മുതിർന്നവരുമൊക്കെ നിരവധി പേർ ഈ വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് രാവിലെ മുതൽ ഇവിടെ എത്തി നിൽക്കുകയാണ്. എല്ലാം ഇഷ്ടപ്പെട്ടോ? ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട? ചേച്ചിമാരെ അവരാണ് ഇഷ്ടപ്പെട്ടത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ അത്തച്ചമയം? വളരെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. ഇവിടെ ഓണം കലക്കുമല്ലേ? അതെ, കളറാക്കി. ഓണം തിരക്കൊക്കെ തുടങ്ങി. അതെ, ഇനി ഒരുപാട് ബാക്കിയുണ്ടല്ലേ അല്ലേ? ഒരുപാട് കാഴ്ചകളും ഉണ്ട്. അതെ, ഓണാഘോഷമൊക്കെ എവിടെ വരെ എത്തി? ഓണം അടുത്തെത്തിയില്ലേ, ഇനി എന്ത്? പറഞ്ഞോ. എങ്ങനെയുണ്ട് ഓണം? നന്നായിരിക്കണം, അത്തം നന്നായിരിക്കണം. വെയിലാണ്, മഴയിലാണ്ട് നല്ല രീതിയിൽ നടക്കുന്നു. എല്ലാവർക്കും കാണാൻ അവസരം ഉണ്ടായി. നല്ല നല്ല പരിപാടികളാണ്. എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഓണം വരെ നടക്കണം നല്ലപോലെ. ഓണം വരെ ഈ ഒരു നല്ല കാലാവസ്ഥ ആയിക്കോട്ടെ. ഈ അത്തച്ചമയത്തിന്റെ വർണ്ണം പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഓണം മനോഹരമായി തീരട്ടെ എന്ന് തന്നെയാണ് ഇവിടെയുള്ളവരെല്ലാവരും പറയുന്നത്. വലിയ ആഘോഷങ്ങൾ തന്നെയാണ് അത്തച്ചമയത്തിന്റെ ഭാഗമായി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത്. പുലിക്കളി, ചെണ്ടമേളം, വാദ്യ ഉപകരണങ്ങളും വിവിധ കലാരൂപങ്ങളുമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുലിക്കളിയൊക്കെ വലിയ മനോഹരമായിട്ടാണ് ഇത്തവണ പാതുകങ്ങളൊക്കെ ഇട്ട പുലിയെയാണ് കാണാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, നിരവധി കലാരൂപങ്ങളാണ് ഈ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ്, ആഘോഷമാണ്. ടീം ന്യൂസ് 18 കൊച്ചി.